മലപ്പുറം നിവാസികൾ, മാധ്യമ സുഹൃത്തുക്കളും എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വലിയ സന്തോഷത്തോടെ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി സംസാരിക്കാനും അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി രണ്ട് വാക്ക് പറയാൻ. എനിക്കൊരു സംശയവുമില്ല, അതാ എത്തിയല്ലോ ആണല്ലോ. 1000 വർഷം ജീവിക്കും കുഞ്ഞാലിക്കുട്ടി സാറേ. അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി, പക്ഷെ അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ വിജയിപ്പിക്കും. കാരണം അദ്ദേഹം ഈ നാടിന്റെ ഒരു മകനാണ്. അദ്ദേഹം MP ആയി മത്സരിക്കുമ്പോൾ പ്രസിഡന്റ് ഈ വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ മീൻപാട്ട് തറവാടില് അദ്ദേഹത്തിന്റെ ഒരു പ്രചരണം ആരംഭിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ. അപ്പോൾ ഞാൻ MP സമയത്ത് വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിനൊപ്പം അടുത്ത് പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ കഴിവ് അതിന് മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് മന്ത്രിയായി സേവനം ചെയ്തതും IT മേഖലയിലും ഇൻഡസ്ട്രി മേഖലയിലും മന്ത്രിയായിരുന്നപ്പോൾ നമ്മൾക്ക് പല നിരവധി വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും അടുത്ത് സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഭരണകർത്താവായി അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഓരോരോ വിഷയത്തിലും ഈ നാടിന്റെ ശബ്ദം നിയമസഭയിലും ലോക്സഭയിലും കേൾപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രതിനിധി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു വോട്ട് അഭ്യർത്ഥിക്കാൻ ശരിക്കും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല. നിങ്ങൾ എല്ലാവർക്കും അദ്ദേഹത്തിന് കഴിവറിയും. നിങ്ങൾക്കറിയാം, അദ്ദേഹം നിങ്ങളുടെ പേരിൽ നിയമസഭയിൽ പോയാൽ നിങ്ങൾ എല്ലാവർക്കും ഒരു ഭാഗ്യമായിരിക്കും, ഒരു ഗുണം ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും കൂടി ഒരു എന്താ പറയുക, ഹൃദയം നിറഞ്ഞ ആശംസയോട് ഞാൻ എന്റെ ഒരു പിന്തുണയും എന്റെ ഒരു ബെസ്റ്റ് വിഷസ് പറയാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനൊപ്പം ഫോർമാലിറ്റീസ് സേക്ക് അദ്ദേഹത്തിന് വേണ്ടി ഏണി അടയാളത്തിൽ ഒരു കൈപ്പത്തിനൊപ്പം നിൽക്കുന്ന ഏണി അടയാളത്തിൽ ഒരു വോട്ട് കൊടുത്ത് വിജയിപ്പിക്കണം ഞാൻ അഭ്യർത്ഥിക്കട്ടെ. അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ വിടുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വിജയം ഒരു വ്യക്തിയുടെ വിജയം മാത്രമല്ല. അദ്ദേഹത്തിന്റെ ഒപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു UDF സർക്കാർ വരണം. ഈ 10 വർഷക്കാലം കണ്ട LDFന്റെ ദുർഭരണം നമ്മൾക്ക് മാറ്റേണ്ടി വരും. ഇതൊരു അവസരമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അവര് ഓരോരോ കുഴപ്പങ്ങളും ഈ സർക്കാരിന്റെ കുറവും അഴിമതിയും എല്ലാം കണ്ട ശേഷം ഈ സർക്കാരിനെ ഒരു മൂന്നാമത്തെ അവസരം കൊടുക്കുന്ന ആരുടെ മനസ്സിലില്ല എന്നൊരു സംശയമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഒരു പുതിയൊരു രീതി, ഒരു പുതിയൊരു ചിന്ത, ഒരു മെച്ചപ്പെട്ട ഒരു കേരളം ഉണ്ടാക്കാൻ വേണ്ടി ഒരു UDF സർക്കാർ. ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിശ്വാസം എന്താണ്? നമ്മൾക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിന്റെ സ്ഥിതി മഹാമോശമായിക്കഴിഞ്ഞു. നിങ്ങൾ ഒരു പക്ഷേ 4-5 ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടാവും, നീതി ആയോഗിന്റെ റിപ്പോർട്ട് ഇറക്കി ഓരോരോ സംസ്ഥാനത്തിന്റെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച്. എല്ലാ സംസ്ഥാനത്തിന്റെയും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി പഠിച്ച ശേഷം അവര് 18 മേജർ സ്റ്റേറ്റിൽ കേരളത്തിന്റെ റാങ്ക് 15ാമത്തേതാക്കി. എന്തൊരു നാണക്കേടാണ്. നമ്മൾ ഇത്ര പഠിപ്പും അറിവും ബുദ്ധിയുമുള്ള ഒരു കേരളത്തിന്റെ സ്ഥിതി ഇത്ര മോശമായില്ല. നിങ്ങൾക്കറിയാം, ഞാൻ ഇന്ത്യയും ലോകം മുഴുവൻ പ്രഭാഷണം ചെയ്ത് നടക്കുന്ന കേരള മോഡൽ പോയിട്ട് ഒരു കടത്തിന്റെ മോഡലായി മാറുന്നത്, ഒരു ഡെറ്റ് മോഡലായിട്ടുണ്ട്. അവര് നമ്മുടെ കേരളത്തിനെ ഇന്ത്യ സെക്കൻഡ് ഹയസ്റ്റ് ഇൻഡെറ്റഡ് സ്റ്റേറ്റ് ആയി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥിതിയിൽ ഈ ചെറിയ നമ്മുടെ 4 കോടി ആൾക്കാരുടെ ഒരു സംസ്ഥാനത്തിന് അവർ ഇത്ര വലിയൊരു തുക ഡെറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരാണ് ഈ കടം വീട്ടാൻ പോകുന്നത്? നിങ്ങളും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ പേരക്കുട്ടികളും തന്നെയാണ്. അവരുടെ ഇന്നത്തെ CPM-കാരുടെ സുഖിക്കാൻ വേണ്ടി ഈ സംസ്ഥാനത്തിന് മക്കളും പേരക്കുട്ടികളുമാണ് കടം കൊടുക്കാൻ പോകുന്നത്. സെപ്റ്റംബറിൽ വരുമ്പോഴേക്കും അവർക്ക് കാശില്ല ശമ്പളം കൊടുക്കാൻ. ഓണം ബോണസ് അവരെടുക്കുന്നത് വീണ്ടും കടം വാങ്ങിയിട്ടാണ്. ആ സ്ഥിതിയിൽ ഈ സംസ്ഥാനം നന്നായിരിക്കും. വികസനത്തിന് വേണ്ടി ചെലവാക്കേണ്ടത് 2-3 ഇരട്ടിയാണ് അവർ പലിശയിലും പെൻഷനിലും ചെലവാക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിതിയിൽ നമ്മുടെ സംസ്ഥാനം നന്നാവാൻ പോകുന്നില്ല എന്ന ഒരു സംശയം വേണ്ട. പലിശയ്ക്ക് വേണ്ടി വികസനക്കാർ കൂടുതൽ ചെലവാക്കുന്ന ഒരു സംസ്ഥാനം എങ്ങനെ നമ്മുടെ നാട്ടിൽ നന്നാക്കാൻ സാധിക്കും? അപ്പൊ ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത് നല്ലൊരു മാറ്റങ്ങളാണ്.
ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ശ്രീ കുഞ്ഞാലിക്കുട്ടി കുറെ വർഷങ്ങളായി സേവനം ചെയ്തിട്ടുണ്ട്. പക്ഷെ വികസനത്തിന് കാശ് വേണം പറഞ്ഞാൽ റവന്യൂ കൊണ്ടുവരണം. റവന്യൂ ഉണ്ടാക്കാൻ നമുക്ക് ബിസിനസ്സുകാരെ ഇവിടെ സ്വീകരിക്കേണ്ടി വരും. നമ്മൾ കേരളത്തിനെ ഒരു അൺഫ്രണ്ട്ലി എൻവയറൺമെന്റ് ആക്കി നമ്മളുടെ പരിസ്ഥിതി ചുവന്നക്കൊടിക്കാരെ കാണിച്ചിട്ട് ഈ സംസ്ഥാനത്തെ നശിപ്പിച്ചാല് നമ്മൾക്ക് എങ്ങനെ വളർച്ച വരാൻ പോകുന്നു? നമ്മുടെ യുവാക്കൾ അന്നേരം ഈ സംസ്ഥാനം വിട്ടിട്ട് അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങൾക്കും ഓടിപ്പോകുന്നു. ഞാൻ ഓരോരോ കോൺവക്കേഷൻ ചെയ്യും. MP ആയ ശേഷം ഒരു 10-70 കോൺവക്കേഷനിൽ എനിക്ക് മെഡലും സർട്ടിഫിക്കറ്റും കൊടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അവസരം കിട്ടുമ്പോൾ ഞാൻ ചോദിക്കും അവരോട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നത്? ഒരാൾ എന്റെ മുഖത്ത് നേരെ നോക്കി പറഞ്ഞു, സാറേ എനിക്ക് എന്താ ഉള്ളത് ഈ സംസ്ഥാനത്തിൽ? നമ്മുടെ കേരളം ഒരു ഓൾഡ് ഏജ് ഹോം ആയില്ലേ? ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ എനിക്ക് ചിന്തിക്കുമ്പോൾ ശരിയാണ്, യുവാക്കൾക്ക് വേണ്ടി എന്താ നമ്മളിവിടെ ചെയ്യുന്നത്? എന്താ സാധ്യതകൾ കാണുന്നത് അവർക്ക്? എവിടെ തൊഴിലവസരം, എവിടെ ജോലികൾ? അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. അത് നിർബന്ധമാണ്. ഞാൻ അതിനുവേണ്ടി ശ്രീ VD സതീഷിനോടും നമ്മളുടെ പ്രകടന പത്രിക കമ്മിറ്റിയോടും ഞാൻ റെക്കമെൻഡ് ചെയ്തത് ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇൻവെസ്റ്റേഴ്സ് ധൈര്യം തോന്നണം. അവിടെ അവര് കാശ് ഇറക്കിയാൽ രാഷ്ട്രീയക്കാരും ചുവന്നകൊടി കാണിക്കുന്ന ചിലവരും കൂടി അവരെ തടുത്തിട്ട് അവരുടെ ബിസിനസ്സിനെ നഷ്ടപ്പെടുത്തില്ല. അവരവർ ബിസിനസ് ചെയ്തിട്ട് മാർക്കറ്റിൽ നഷ്ടം വന്നാൽ അവര് നിർഭാഗ്യം. പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും നിയമങ്ങളും റെഗുലേഷൻസിന് കാരണം ആർക്കും നഷ്ടം വരരുതെന്നൊരു ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അതോടെ നമുക്ക് കുറെ കൂടി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നാൽ നമ്മുടെ ജോലി സാധ്യതകൾ കൂടും. ജോലി കിട്ടുന്നവരും കമ്പനീസും കൂടുതൽ ടാക്സ് തരും സംസ്ഥാനത്തിന്. അങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ റവന്യൂ കൂടാൻ പോകുന്നത്. ആ റവന്യൂ കൂടുമ്പോഴാണ് നമുക്ക് നമ്മുടെ എല്ലാ ഗ്യാരണ്ടീസിനെയും പൂർത്തിയാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയും, രാഹുൽ ഗാന്ധി 3-4 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. അത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ഇന്നലെ മിനിയാതെ അതെന്താണ്? നമ്മൾ ആഗ്രഹം സ്പഷ്ടമാണ്. ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ബേസിക് സൗകര്യങ്ങൾ വേണം. പ്രത്യേകിച്ച് മഹിളകൾ. ഇവിടെ ഈ വരിയിൽ ഇരിക്കുന്ന എല്ലാ മഹിളകളും പറയട്ടെ, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യ യാത്ര ആയിരിക്കും എല്ലാ KSRT ബസ്സിലും കേരളം മുഴുവൻ. വിദ്യാർത്ഥിനികൾ കോളേജിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു 1000 രൂപ അവര് പഠിപ്പിന്റെ ഒരു സഹായമായിട്ട്. അതിനൊപ്പം തന്നെ യുവ പുരുഷന്മാർക്കോ മഹിളകൾക്കോ ആർക്കോ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പലിശ രഹിതമായിട്ട് 5 ലക്ഷം രൂപ UDF സർക്കാർ കൊടുക്കും. അതിന്റെ അർത്ഥം നമ്മൾ കുറച്ചും കൂടി ഓൺട്രപ്രണർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കാൻ, എൻകറേജ് ചെയ്യാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ പ്രായമുള്ളവർക്ക് ഈ ക്ഷേമ പെൻഷന്റെ കഥ നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല, സമയത്ത് കൊടുത്തിട്ടില്ല, വൈകി കൊടുക്കുമ്പോൾ കൂടി 1000 രൂപ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന UDF സർക്കാർ സമയത്ത് പെൻഷൻ കൊടുക്കും 3000. എന്നിട്ട് അവസാനം നമുക്കറിയാം പലവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ. ചില പാവപ്പെട്ട കുട്ടിയല്ല, മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ കൂടി അവരുടെ ഈ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്ന വ്യക്തിക്ക് അഥവാ ഒരു സീരിയസ് അസുഖം വന്നാല് അവര് വീടും സ്വത്തും ഒക്കെ ചെലവാക്കിയിട്ടാണ് അവര് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. അവസാനത്തിൽ ആ കുടുംബം തന്നെ ദാരിദ്ര്യത്തിൽ വീഴുന്ന ഒരു അസുഖത്തിന്റെ കാരണം. അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഹ്യൂമൻ ചാൻഡിന്റെ പേരിൽ ഒരു 25 ലക്ഷം രൂപ പെർ കുടുംബം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം കൊണ്ടുവരാൻ പോകും. അതിന്റെ പ്രീമിയം സംസ്ഥാന സർക്കാരും ഇൻഷുർഡ് വ്യക്തി കൂടി കൊടുക്കും. പക്ഷെ അവസാനത്ത് 25 ലക്ഷം വരെയുള്ള ചെലവ് നിങ്ങൾക്ക് ചെയ്യാൻ ആവശ്യമുണ്ട് അവരെ ഒരു സീരിയസ് അസുഖം വന്നാൽ. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് നാളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞൊരു സർക്കാരാണ്. ഞാനത് പറയുന്നത് അത് പറയാൻ ആവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കും. കാരണം ഈ 10 വർഷക്കാലം നമ്മളെ ഭരിക്കുന്നവര് നാളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അവർ ഇന്നും ഇന്നലെയും മാത്രമാണ്. ഇവര് ഐഡിയോളജി 19-ാം നൂറ്റാണ്ടിലത്തെയാണ്. അവരുടെ ഭരണം ഇന്ന് എങ്ങനെ കാശുണ്ടാക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാർഡേഴ്സ് നിർത്തും, എങ്ങനെ നമ്മുടെ ജനങ്ങളെ ടാക്സ് ചെയ്യും. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു പക്ഷെ കേരളത്തിൽ ഇപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി ടാക്സും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഒക്കെ ഇന്ത്യയിലത്തെ എല്ലാം വെച്ച് ഹയസ്റ്റ് ആണ്. നമുക്ക് എന്താണ് ഇത്ര വലിയ പണക്കാരാണോ കേരളത്തിൽ? ഈ സംസ്ഥാന സർക്കാർ വേറെ മാർഗം കാണുന്നില്ലേ? കാരണം അവർക്ക് കടമെടുക്കലും നമ്മളെ ടാക്സ് ചെയ്യലും മാത്രമേ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. ബിസിനസ് കൊണ്ടുവരാനോ ഈ നാട്ടിൽ നല്ലൊരു വളർച്ച കൊണ്ടുവരാൻ സാധിക്കാത്തൊരു സർക്കാരാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ഒരിക്കലും കൂടി പറയട്ടെ, ഞങ്ങൾക്ക് പല ഐഡിയാസ് ഉണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ചില മാറ്റങ്ങൾ വരണം, പുതിയ കോഴ്സുകൾ കൊണ്ടുവരണം. നമ്മളുടെ ഈ 21-ാം നൂറ്റാണ്ടിലത്തെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പുതിയ പഠിപ്പിക്കാൻ ആവശ്യമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ നാട്ടിൽ തന്നെ ഇരുന്നിട്ട് ബാംഗ്ലൂരിൽ തമിഴ്നാട്ടിൽ പോവാതെ ഈ കോഴ്സൊക്കെ തപ്പി വേറെ സംസ്ഥാനത്ത് പോകുന്ന പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, ബയോടെക്നോളജി, ബയോജനറ്റിക്സ് ഇതൊക്കെ നമുക്ക് കേരളത്തിൽ പഠിപ്പിക്കാം.
അവരെ അതൊക്കെ പഠിപ്പിച്ചിട്ട് ഈ ഒരേ മേഖലയിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റും സ്വീകരിക്കാം. നമ്മൾ പ്രൈവറ്റ് സെക്ടേഴ്സ് കമ്പനീസിനോട് പറയും, കേരളത്തിൽ വരും, ഞങ്ങൾക്ക് ഇതെല്ലാം പഠിച്ച് കഴിവുള്ള യുവാക്കളുണ്ട് നിങ്ങളൊപ്പം പ്രവർത്തിക്കാൻ. അങ്ങനെ നമ്മളിപ്പോൾ ഞാൻ ചില മലയാളി ഇൻവെസ്റ്റേഴ്സിനോട് ചോദിക്കുമ്പോൾ അവരെന്താ പറയണത്? ഞങ്ങൾക്ക് മലയാളികൾ വേണമെന്നുണ്ടെങ്കിൽ അവരെ ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും കിട്ടും. എന്താണിത്? കേരളത്തിൽ വന്നിട്ട് ഇവിടെ ചെയ്താലേ നമ്മളുടെ മലയാളി യുവാക്കൾ ഈ നാട്ടിൽ നമ്മൾ നിലനിർത്താൻ സാധിക്കുള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പല പുതിയ മേഖലകളും വരുന്നുണ്ട്. നമ്മുടെ പഴയ മേഖലകളിൽ നമുക്ക് പല പ്രവർത്തനം ചെയ്യാനുണ്ട്. ടൂറിസം കുറച്ചുകൂടി നന്നാക്കാനും, നമ്മളുടെ ആരോഗ്യ മേഖലയിൽ ആയുർവേദ, അലോപ്പതി ഒക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ട് നല്ലൊരു മോഡേൺ സയൻസ് ആക്കി മാറ്റാനും അതെല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ ഒരു ഉദാഹരണമാണ്, 3 മാസം മുമ്പ് കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കിയിട്ട് സ്പേസ് ടെക്കിലും സ്പേസ് ഫൈനാൻസിലും പ്രൈവറ്റ് സെക്ടറിനെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെ സ്വീകരിക്കണ്ടേ? കേരളം ഒരു സ്ഥാനത്ത് സ്പേസിൽ 1ാം സ്ഥാനമായിരുന്നു. തുമ്പയിലല്ലേ നമ്മൾ VSSക്ക് കിട്ടിയത്. പക്ഷെ ഇപ്പോൾ സ്പേസിന്റെ എല്ലാ വികസനവും വേറെ ഭാഗത്താണ്, ബാംഗ്ലൂരിലാണ്, ശ്രീഹരിക്കോട്ടയിലാണ്, ഇവിടെയല്ല. നമ്മൾ അതിനെ വീണ്ടും പിടിച്ചെടുക്കുക. നമ്മളുടെ ഈ പ്രൈവറ്റ് സെക്ടറുകാരെ സ്വീകരിച്ചാൽ നമ്മൾ അവരെ കാശ് കൊണ്ടുവരട്ടെ. ഇന്ത്യയിലത്തെ ഒറ്റ സ്പേസ് യൂണിവേഴ്സിറ്റി ഉള്ളത് കേരളത്തിലാണ്. അതിന് ഗ്രാജുവേറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വരട്ടെ, അവർക്ക് ജോലി കിട്ടട്ടെ. പല പുതിയ കാര്യങ്ങൾ ചെറിയൊരു സംസ്ഥാനം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. നാനോ സാറ്റലൈറ്റ് ലോഞ്ചസ്, അത് കേരളത്തിൽ ചെയ്യാം. ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് ഫോർ സ്പേസ് ഫൈനാൻസ്, ഇതിനൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്പേസിന്റെ 1ാമത്തെ സംസ്ഥാനം നമ്മൾ വീണ്ടും ആവും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള കാഴ്ചപ്പാടുള്ള UDF സർക്കാരിന്റെ ഒരു നേതൃത്വമാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി കൊടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ കുറിച്ച് ചിന്തയുണ്ട്. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, നമ്മൾ ഇന്നേ കുറിച്ച് ചിന്തിച്ചാൽ പോരാ, നാളെ കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ യുവാക്കളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കണം. അവരാണ് ഈ സംസ്ഥാനത്തിന്റെ ഭാവി. ഒരു വിധത്തിൽ ആ കുട്ടി പറഞ്ഞത് ശരിയാണ്, ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. ഓൾഡ് ഏജ് ഹോമായി നമ്മൾ ഭാരതത്തിൽ ഓരോരോ സംസ്ഥാനത്തിന്റെ പോപ്പുലേഷൻ നോക്കുമ്പോൾ 12% ആൾക്കാരാണ് 60 വയസ്സിനെക്കാട്ടും നോക്കുന്നത്. കേരളത്തിൽ അത് 20% കഴിഞ്ഞു. 20% വ്യക്തികൾക്ക് 60 വയസ്സിനെക്കാട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെ ഒരു വെല്ലുവിളി എടുക്കണം. ഞങ്ങളുടെ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് ഒരു പുതിയ വകുപ്പ് നമ്മൾ സ്ഥാപിക്കും, സീനിയർ സിറ്റിസൺസ്. അവരെ നോക്കാനുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയണ ഒരു ചെറുപ്പക്കാരൻ മന്ത്രി അതിൽ വെക്കണം. പക്ഷെ അവർക്ക് അച്ഛനും അമ്മയും ഉള്ള, പ്രായമുള്ള അച്ഛനമ്മയും ഉള്ള ഒരു മന്ത്രി വെച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ആ വകുപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ മേഖലയിലും തുറന്നു പറഞ്ഞാല്, ആരോഗ്യ മേഖലയിൽ ജെറിയാട്രിക് സ്റ്റഡീസ്, ജെറോണ്ടോളജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കണം. പബ്ലിക് ഹോസ്പിറ്റലിൽ, നഴ്സിംഗ് കോളേജസ് എങ്ങനെയാണ് പ്രായപ്പെട്ടവരെ നോക്കുക, ജെറിയാട്രിക് കെയറിന് വേണ്ടി സ്പെഷ്യൽ നഴ്സിംഗ് ചെയ്യാം. ഞാൻ ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ്, നോർത്ത് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ടിക്കിൾ എഴുതി പറഞ്ഞു, കേരളം ഒരു ഉദാഹരണമാണ് ഭാരതം അവസാനം അവരും വയസ്സാകുമല്ലോ, നമ്മളുടെ 10-20 വർഷം പുറകെ ആയിരിക്കും. പക്ഷെ അവരാകുമ്പോഴേക്കും കേരളം ഒരു മോഡൽ ആയിരിക്കണം ഫോർ ദ സിൽവർ സൺറൈസ്. പ്രായമുള്ളവരെ എങ്ങനെ സംരക്ഷിക്കുക, എങ്ങനെ അവരെ നോക്കുക. നമ്മുടെ ഒരു പുതിയ നിയമം പാസ്സാക്കി കുഞ്ഞാലിക്കുട്ടി സാറിന്റെ സഹായത്തോടെയാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഒരു റിട്ടയർമെന്റ്, സ്പെഷ്യൽ റിട്ടയർമെന്റ് വില്ലേജസിന് വേണ്ടി ചില ടാക്സ് ഇൻസെന്റീവ്സ് ഒക്കെ കൊടുത്തിട്ട് വി ക്യാൻ ബിക്കം ഇന്ത്യസ് ഫ്ലോറിഡ. അമേരിക്കയിലെ ആൾക്കാർക്ക് പ്രായം വരുമ്പോൾ ഫ്ലോറിഡയിൽ മാറാനാണ് അവരുടെ ആഗ്രഹം. ഇന്ത്യയിൽ അങ്ങനെ കേരളത്തിൽ വന്ന് ജീവിച്ചാൽ നമുക്ക് നന്നായി ജീവിക്കാൻ സാധിക്കും, മര്യാദയോട് ജീവിക്കാൻ സാധിക്കും, അന്തസ്സോട് ജീവിക്കാൻ സാധിക്കും എന്ന് ആൾക്കാരെ വിശ്വസിക്കട്ടെ. ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു വാചകത്ത് പറയണേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ഐഡിയാസ് ഒക്കെ, ഞാൻ ഡൽഹിയിൽ MP ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ കൂടി എന്റെ ഐഡിയാസ് ഒക്കെ ഞാൻ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാറും സതീശൻ സാറിനും കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ട് ഈ നാടിനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്കും കാണാനുള്ള വലിയ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ വീണ്ടും ലോകം മുഴുവൻ പ്രസംഗിച്ച് നടക്കാമല്ലോ പുതിയ കേരള മോഡലിനെ കുറിച്ച്. അപ്പൊ ആ പുതു കേരളത്തിന് വേണ്ടി ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക. അദ്ദേഹത്തിന്റെ വിജയം നിങ്ങൾ എല്ലാവരെയും വിജയമായി മാറി വരും. അത് മാത്രമല്ല, ഒരു പുതു കേരളം സ്ഥാപിക്കാൻ സാധിക്കും. അത് ഈ ഒരു മെച്ചപ്പെട്ട ഒരു സംസ്ഥാനത്തിൽ നമ്മൾ എല്ലാവർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കത്തെ ഈ കുടുംബയോഗത്തിനെ സ്നേഹസന്തോഷത്തോടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ ഒരിക്കലും കൂടി വിജയിപ്പിക്കുക. ജയ് ഹിന്ദ്, ജയ് UDF.